ഹായ് ഫ്രണ്ട്സ്, ഇത് പാലക്കാട് ജില്ലയിലത്തെ തൃത്താല വെള്ളിയാങ്കല്ല് പ്രദേശത്തെ ഒരു പാടശേഖരമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ പാടം കൃഷിക്ക് വേണ്ടിയിട്ട് ഉഴുതുമറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ പാടത്ത് കുറച്ച് കൊക്കുകളൊക്കെ, സാധാരണ വെള്ള നിറത്തിലുള്ള കൊക്കുകളെയാണ് നമ്മൾ കാണാറ്. ഇത് ദേശാടന പക്ഷികൾ പോലുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള കൊക്കുകളൊക്കെയാണ്. അത് ഇരയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ ഇര കിട്ടലൊക്കെ വളരെ ദുർലഭമാണ്. അപ്പോൾ ഈ ഇര കിട്ടൽ ദുർലഭമാകാൻ കാരണം അങ്ങനെ നോക്കുമ്പോൾ രാസവളം ഉപയോഗിക്കണോണ്ടാവും ഇര കിട്ടാത്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ എന്നാലും കണ്ണിന് കൗതുകം തോന്നുന്നൊരു കാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ചുറ്റിപ്പറ്റിയിട്ട് ഒരു ശുനകൻ ചേട്ടൻ ഇതാ ഞങ്ങൾ നിൽക്കണ വഴിയുടെ തൊട്ടടുത്ത് വന്ന് അദ്ദേഹം മണം പിടിച്ച് വിളിക്കുന്നുണ്ട്. ഇനി നേരെ തിരിയാഞ്ഞാൽ മതി. ഇല്ല, ഇദ്ദേഹം അപകടകാരിയല്ല. ഇദ്ദേഹം വഴി അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു വിക്രിയ ഒപ്പിച്ചിട്ട് പോവാണ്. ഒരു വേറിട്ട കാഴ്ച. ആഹാരവും വെള്ളമൊന്നും കിട്ടാതെ നടക്കുകയാണ്. അല്ല, മൂപ്പരാൾ അവിടെ പോയിട്ട് കുറെ കൊറ്റിവെള്ളം മണ്ടിച്ച് എന്തെങ്കിലും തിന്നാൻ കിട്ടാൻ വേണ്ടിട്ടേ. ഇതിലിടയ്ക്ക് ഒരു ചെറിയൊരു അക്രമം നമ്മുടെ ശുനകൻ ചേട്ടൻ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. പിന്നെ പാടത്തിരിക്കണ കൊക്കുകളുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കി ആഹാരത്തിന് വേണ്ടിയിട്ട് ഇവരനെ ആഹരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് സാധ്യമായില്ല. കാരണം ഇദ്ദേഹം ചെല്ലുമ്പോഴേക്കും കൊക്ക് പറന്നു പോവുക. അല്ല, ഇതിലെന്തെങ്കിലും കിട്ടുമോ വെച്ചിട്ട് കണ്ടത്തിലേ. കണ്ടത്തുനിന്ന് എന്ത് കിട്ടാനാ? കണ്ടത്തുനിന്ന് കൊക്കുകൾക്ക് തന്നെ കണ്ടത്തുനിന്നൊന്നും കിട്ടാനില്ല. പിന്നെ ഇപ്പോൾ ശുനകന് കിട്ടുമോ? പിന്നെ ഈ ദേശാടന പക്ഷികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിപ്പനി മറ്റുള്ള അസുഖങ്ങളൊക്കെ നമ്മളെ നാട്ടിൻപുറത്തെ കോഴികൾക്കൊക്കെ വരുന്നുണ്ട്. അത് ഈ പക്ഷികളൊക്കെ വന്നിട്ട് അത്ര കോഴികൾക്കൊക്കെ ഇങ്ങനെ പനി പിടിക്കണമെന്ന് അതൊക്കെ കേട്ടറിവട്ടോ. അതിലൊന്നും ഇപ്പോൾ ഒരു കൃത്യമായ വാസ്തവം ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ആധികാരികത ഉണ്ടോയെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ദേശാടന പക്ഷികൾ വന്നാൽ പിന്നെ ഒരു സീസൺ കഴിഞ്ഞാൽ അവർ പോവുമല്ലോ. കിലോമീറ്ററുകൾ ദൂരം പറന്നിട്ടല്ല ഒരു സഞ്ചാരം. അതും പിന്നെ വീട് സംബന്ധമായിട്ടുള്ള അടുത്ത ഭാഗത്തേക്കൊന്നും ഇവർ വരാറില്ലല്ലോ. ഇവർ കാർഷിക മേഖലകൾ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്ഥലങ്ങളിലല്ലേ ഇവരുണ്ടാവുള്ളൂ. ഞങ്ങൾ ഇന്ന് മുഴുവൻ യാത്രയിലാണ്. അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ.